ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉള്ളൊരു റിപ്ലൈ, ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഡിഡ് ഗോഡ് റിവീൽ ദ മിസ്റ്ററി പ്രോഗ്രാം ടു എനി വൺ ബിഫോർ പോൾ? പൗലോസിന് മുന്നേ കർത്താവ് ആർക്കെങ്കിലും ഈ മർമ്മമായിരുന്ന കാര്യം, രഹസ്യ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദ കണ്ടന്റ് ഓഫ് മിസ്റ്ററി, അതായത് രഹസ്യ പദ്ധതിയുടെ ഉള്ളടക്കം. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യ പദ്ധതിയിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം, എഫേസ്യർ 1:13 6:19 കാണുന്ന ദ ഗ്രേസ് ഗോസ്പൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതികളുടെ രക്ഷയുടെ സുവിശേഷം, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന എൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ആ സുവിശേഷം, അതായത് കൃപയാൽ വിശ്വാസത്താൽ, പ്രവൃത്തി കൂടാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജാതികളും യഹൂദരും ഒരുപോലെ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം, അത് മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്നതായിരുന്നു. അടുത്തത് മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. 1 തിമോത്തിയർ 3:16 ഭക്തിയുടെ മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം, അത് എങ്ങനെ ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിന്ന് കൂടി ദൈവം രക്ഷയുടെ സുവിശേഷം ജാതികളുടെ ഇടയിലും പ്രസംഗിക്കപ്പെടുന്നു, എങ്ങനെ ജാതികൾ, അന്യദേശക്കാർ, അന്യരാജ്യക്കാർ അത് വിശ്വസിക്കുന്നു, എങ്ങനെ അവർ ഉൽപ്രാവണത്തിൽ തേജസ്കരിക്കപ്പെടും എന്നുള്ള ആ ഒരു കാര്യമാണ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ മർമ്മം. മൂന്നാമത്തേത് ക്രിസ്തുവിൻ്റെ ശരീരം ആകുന്ന സഭയും ക്രിസ്തു സഭയുടെ ശിരസും ആയിരിക്കുന്ന ആ ഒരു മർമ്മം കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:18, എഫേസ്യൻസ് 5:32, 1 കൊരിന്ത്യർ 12:27 വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൂട്ടായ്മയുടെ മർമ്മം, അല്ലെങ്കിൽ മർമ്മത്തിൻ്റെ കൂട്ടം, ദ ഫെലോഷിപ്പ് ഓഫ് മിസ്റ്ററി, എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6-9. അതായത് യഹൂദരും ജാതികളും ഉള്ള വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ആ ഒരു കാര്യം മുൻകാലങ്ങളിൽ മർമ്മമായിരുന്നു. വെളിപ്പാട് റോമർക്കെഴുതിയ ലേഖനം 11:25 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദ മിസ്റ്ററി ദാറ്റ് ഇസ്രായേൽ ഈസ് പാർട്ട്ലി ബ്ലൈൻഡഡ് അൺടു ദ ഫുൾനെസ് ഓഫ് ജെന്റൈൽസ് ബി കമ്മിങ്. ജാതികളുടെ പൂർണ്ണത വരുവോളം ഇസ്രായേലിന് ഭാഗികമായ അന്ധത വന്നിരിക്കുന്നു. ആറാമത്തെ കാര്യം, റാപ്ചർ ഓഫ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം. കർത്താവായ യേശു ക്രിസ്തു മേഘത്തിൽ വരുന്നു, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരും ക്രിസ്തുവിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു, രൂപാന്തരം പ്രാപിക്കുന്നു. 1 തെസ്സലോനിയർ 4:16, 1 കൊരിന്ത്യർ 15:51 നമുക്ക് ആ കാര്യം കാണാൻ കഴിയും. മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, 2 തെസ്സലോനിയർ 2:7 ആ ഒരു അധ്യായങ്ങൾ നമുക്ക് അധർമ്മത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ 7 പ്രധാനപ്പെട്ട മർമ്മങ്ങളാണ് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഈ മർമ്മങ്ങളുടെ വെളിപ്പാട് പൗലോസിന് മുന്നേ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മർമ്മം എന്താണെന്ന്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-10 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, മറഞ്ഞിരുന്ന
ജ്ഞാനമാണ് മർമ്മം. ദ ഹിഡൻ വിസ്ഡം ഓഫ് ഗോഡ് ഈസ് കോൾഡ് ദ മിസ്റ്ററി. അത് ആരോട് ദൈവം മറച്ചിരുന്നു? ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ, അതായത് ഇവിടുത്തെ മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്ററോ രാജാക്കന്മാരെ കുറിച്ചല്ല ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാ? സ്വർലോകത്തിലെ വീണുപോയ ദൂതന്മാർ, അധികാര സ്ഥാനങ്ങൾ ഇപ്പോഴും കൈയടക്കിയിരിക്കുന്ന ഫോളൻ ഏഞ്ചൽസിൽ നിന്നാണ് അത് മറച്ചിരുന്നത്. അത് അവർക്ക് വെളിവായി വന്നിരുന്നെങ്കിൽ എന്ത് പറ്റിയനെ? ക്രിസ്തുവിനെ അവർ ക്രൂശിക്കപ്പെടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. 9-ാമത്തെ വാക്യം മർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു വ്യക്തിയുടെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല എന്നുള്ള കാര്യം. ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന എന്തുവാണ്? ഈ മഹത്തായ മർമ്മം. ഇത് മുമ്പ് ആർക്കും വെളിപ്പെട്ടിട്ടില്ല എന്നാണ് 9-ാമത്തെ വാക്യം പറയുന്നത്. 10-ാമത്തെ വാക്യം പറയുന്നത് ബട്ട് ഗോഡ് ഹാസ് റിവീൽഡ് ദം അൺ ടു അസ് ബൈ ഹിസ് സ്പിരിറ്റ്. ഞങ്ങൾക്ക് കർത്താവ് അത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക്. നോക്കണം, ആദ്യം പൗലോസിനാണ് വെളിപ്പെട്ടത്, പിന്നെ പൗലോസിൽ കൂടി മറ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അംഗങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത കാര്യം, ദ മിസ്റ്ററി വാസ് ഹിഡൻ ഫ്രം ഏജസ് ആൻഡ് ജനറേഷൻസ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24 തൊട്ട് 27 വരെയുള്ള വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. സ്തോത്രം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത്, കർത്താവ് ആയ യേശു ക്രിസ്തുവിന് അറിയാം ഈ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആൾ കഷ്ടം സഹിക്കേണ്ടി വരും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുക. കർത്താവിന് യേശുക്രിസ്തുവിന് ഇനിയും ശരീരത്തിൽ കഷ്ടം സഹിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പൗലോസിന് വെളിപ്പെട്ട് പൗലോസിനെ വേർതിരിക്കുമ്പോൾ തന്നെ പൗലോസ് എന്തെല്ലാം കഷ്ടം സഹിക്കണം എന്ന് ദൈവം പൗലോസിന് ഓൾറെഡി വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ആ കാര്യം അപ്പോസ്തല പ്രവൃത്തി 9-10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊരു ഈ കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ നമ്മൾ എന്തെല്ലാം കഷ്ടം ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് സഹിക്കണം എന്ന് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം 24-ാമത്തെ വാക്യം, ഈ ഭാഗത്തിൽ നമ്മൾ നോക്കണം, കൃപയുടെ സുവിശേഷം, അതായത് ജാതികൾക്കും വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകും എന്നുള്ള ഉപദേശം, എന്നുള്ള ദൈവത്തിൻ്റെ ആ ഒരു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ കഷ്ടം സഹിക്കും. പക്ഷെ ക്രിസ്തുവിന് കഷ്ടം സഹിക്കാൻ ഒക്കുകയില്ല. കാരണം ഓൾറെഡി കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് എന്നേക്കും ജീവനോടിരിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഐ ആം മെയ്ഡ് എ മിനിസ്റ്റർ. ഇത് പൗലോസ് അപ്പോസ്തലൻ ചാടിക്കേറി പൗലോസ് അപ്പോസ്തലൻ സ്വന്തമായിട്ടൊരു ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചതല്ല. മനസ്സിലായി? പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ച് വേർതിരിച്ച് എന്ത് ചെയ്തു? ഈ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ മിസ്റ്ററി 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്നതായിരുന്നു, മുൻ തലമുറകൾക്ക് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അടുത്തത് പർപ്പസ് ഓഫ് മിസ്റ്ററി. എന്തായിരുന്നു ഈ മർമ്മത്തിൻ്റെ രഹസ്യ പദ്ധതിയുടെ ഉദ്ദേശം? എന്തായിരുന്നു? എഫേസ്യർക്കെഴുതിയ ലേഖനം 1-10 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊന്ന് വായിക്കാം.
അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ എന്തായിരുന്നു നോക്കണേ, സ്വർഗമണ്ഡലത്തിലാണ് ആദ്യം മത്സരം, ദൈവത്തിന് വിരുദ്ധമായ മത്സരം ആരംഭിച്ചത്. അപ്പോൾ സ്വർഗമണ്ഡലം അശുദ്ധമായിരിക്കുന്നു. പിന്നീടാണ് സർപ്പം ഹവ്വായെ ആദാമിനെ വഞ്ചിച്ച് ആ പാപം, ആ മത്സരം ഈ ഭൂമണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് മണ്ഡലങ്ങൾ അശുദ്ധമായിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് മണ്ഡലത്തെയും ശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ അധികാരത്തിൽ കൊണ്ടുവരിക, ഒരുപോലെ കൊണ്ടുവരിക, അതാണ് ഈ മിസ്റ്ററി പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഈ മിസ്റ്ററി പ്രോഗ്രാമിൽ കൂടി കർത്താവ് സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ കൂടി സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം, അതായത് നമ്മൾ വീണുപോയ ദൂതന്മാരുടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേലിൽ കൂടി ഈ ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം. അപ്പോൾ രണ്ടും ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ ആകും. അതാണ് ഈ പ്രോഗ്രാം, രണ്ട് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടേമാണ്. ഇതിനകത്ത് സ്വർഗരാജ്യമുണ്ട്, ഈ ഭൂമിയിലുള്ള ദൈവരാജ്യമുണ്ട്. ഇത് രണ്ടും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഭാഗത്ത് വരുന്ന. ഇപ്പം ഈ കാലത്ത് ഈ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പ്രാധാന്യത നമുക്കൊന്ന് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 16, 25, 26 വാക്യം നമുക്ക് വായിക്കാം. അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പൊ ഇന്ന് ഈ കൃപായുഗത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി സ്ഥിരപ്പെടുന്നത്, എസ്റ്റാബ്ലിഷ് ആകുന്നത്? അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മത്തിൻ്റെ വെളിപ്പാട്, ആ സുവിശേഷം, കൃപയുടെ സുവിശേഷത്താലാണ് ഇന്ന് ഒരു വ്യക്തി ദൈവത്തിൽ യഥാസ്ഥാനപ്പെടുന്നത്. രണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. എന്തിനനുസരിച്ച്? പ്രവചന പദ്ധതി അനുസരിച്ചാണോ? അല്ല, വെളിപ്പെട്ട മർമ്മം അനുസരിച്ച്. ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ആ മർമ്മത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് ഇന്ന് ഒരു വ്യക്തി യഥാസ്ഥാനപ്പെടുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള ഭാഗം വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മറുപടി ലഭിക്കുന്നത്. വാസ് ഇറ്റ് റിവീൽ ടു എനി വൺ ബിഫോർ പോൾ? നമുക്ക് എഫേസ്യർക്ക് ലേഖനം 3 നമുക്ക് 1 തൊട്ട് 7 വരെ വായിക്കാം. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ഇവിടാണ് അതിൻ്റെ ആൻസർ. 5-ാമത്തെ വാക്യത്തിൽ എന്തുവാ? ആസ് ഇറ്റ് ഈസ് നൗ റിവീൽഡ് അൺടു ഹിസ് ഹോളി അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് ബൈ ദ സ്പിരിറ്റ്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധൻ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്കാർക്കും അറിയായി വന്നില്ല. ഇപ്പോൾ പൗലോസിന് വെളിപ്പെട്ടതുപോലെ അതിൻ്റെ പൂർണ്ണതയിൽ മുമ്പ് ആർക്കും വെളിപ്പെട്ടിട്ടില്ല.
അതാണ് അതിൻ്റെ ആൻസർ. ആൻസർ എന്ന് പറഞ്ഞാൽ പൗലോസിന് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടു. അതേസമയം മുൻകാലങ്ങളിൽ ഭാഗമായിട്ട് പ്രധാനമായിട്ട് രണ്ട് പേര് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അബ്രഹാമിൻ്റെ കാര്യം. അവർക്ക് വെളിപ്പെട്ടത് എന്താന്ന്, ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്താന്ന് ചോദിച്ചാൽ, ജാതികളും ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും എന്നുള്ള കാര്യം അബ്രഹാമിനും ദാവീദിനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ അത് ഈ മർമ്മത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഭാഗമാണ്, എന്നാൽ ഒരു പോർഷൻ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. പൗലോസ് പറയുന്നത് എന്തുവാ? ഇപ്പോൾ വെളിപ്പെട്ടതുപോലെ, അതായത് അതിൻ്റെ പൂർണ്ണതയിൽ മുൻകാലങ്ങളിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ഇറ്റ് വാസ് നോട്ട് റിവീൽഡ് അൺടു എനിവൺ ആസ് ഇറ്റ് ഈസ് നൗ റിവീൽഡ്. ഇപ്പോൾ വെളിപ്പെട്ടതുപോലെ മുമ്പ് വെളിപ്പെട്ടിട്ടില്ല. ആ അതിൻ്റെ ആ പൂർണ്ണതയിൽ 7 പോയിൻറ്റ്സ് അതിൻ്റെ പൂർണ്ണതയിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് മുന്നോട്ട് പോകാം. പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തെക്കുറിച്ച് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് വായിക്കാം. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുക്കാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ട്, ആൻഡ് ദ സ്ക്രിപ്ചർ ഫോർസീയിങ്, 8-ാമത്തെ വാക്യം, ആൻഡ് ദ സ്ക്രിപ്ചർ ഫോർസീയിങ് ദാറ്റ് ഗോഡ് വുഡ് ജസ്റ്റിഫൈ ദ ഹീതൻ ത്രൂ ഫെയ്ത്ത് preached before the gospel unto Abraham, saying, in thee shall all nations be blessed. So then they which are of faith are blessed with faithful Abraham. ദൈവം മുൻ കണ്ടു ജാതികളും വിശ്വാസത്താൽ ദൈവത്തിൽ നീതീകരിക്കപ്പെടും എന്നുള്ള കാര്യം ആണ് പൗലോസിന് അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തത്. അതിൻ്റെ 16 തൊട്ട് 18-ാമത്തെ വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ പണ്ട് സന്തതികൾ, അതായത് ബൈബിളിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആൻഡ് സിംഗുലർ, ബഹുവചനവും ഏകവചനവും ബൈബിളിൻ്റെ വളരെ ആക്യുറേറ്റാണ്. 16-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ കൂടി എല്ലാവരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യമാണ് അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്ത്. നമുക്ക് മുൻപോട്ട് പോകാം. അബ്രഹാമിൻ്റെ 2 രീതിയിലുള്ള നീതീകരണമുണ്ട്. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, അതായത് അഗ്രചർമ്മത്തിന് മുമ്പ്, ന്യായപ്രമാണത്തിന് മുന്നേ. മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അബ്രഹാമിന് 430 വർഷത്തിന് ശേഷമാണ് ന്യായപ്രമാണം വരുന്നത്. അതിനു മുന്നേ ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനെ നീതിമാൻ എന്ന് ഘോഷിച്ചു. 2-ാമത്തെ കാര്യം, പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ മാത്രമുള്ള നീതീകരണം അബ്രഹാമിന് ലഭിച്ചു. ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന മുമ്പേ അബ്രഹാമിനെ എന്ത് ചെയ്തു? അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പിതൃഭവനം വിട്ട് ഇറങ്ങിയ ആ നിമിഷമേ അബ്രഹാമിനെ നീതിമാൻ എന്ന് ദൈവം വിളിക്കാൻ, അല്ലേ? അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അബ്രഹാമിൻ്റെ 2 നീതീകരണം. ഒന്നാമത്തെ, വിശ്വാസത്താൽ മാത്രം, ന്യായപ്രമാണത്തിനും അഗ്രചർമ്മത്തിനും
ഇസഹാക്കിനെ യാഗപീഠത്തിൽ വെക്കുന്നതിന് മുൻപേ നീതീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ നീതീകരണത്തെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അബ്രഹാം അതായത് ജെയിംസ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അബ്രഹാം വെറും വിശ്വാസത്താൽ മാത്രമല്ല, മറിച്ച് പ്രവൃത്തിയോടെ കൊണ്ടാണെന്ന് നമുക്ക് ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. രണ്ട് ഭാഗം, റോമർക്കെഴുതിയ ലേഖനം 4:9-12 ഈ യാക്കോബ് 2:20-24. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. യാക്കോബ് 2:20 വ്യർത്ഥമനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. പൗലോസ് പറയുന്നതും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നതും ഘടകവിരുദ്ധമാണ്, അല്ലേ? ഇതിനെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം യാക്കോബ് എന്താണ് പറയുന്നത്? യഹൂദർക്ക് ഉള്ള ലേഖന ചിതറിപ്പാർക്കുന്ന 12 ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾക്കാണ് എഴുതിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പദ്ധതിയിൽ വിശ്വാസവും വേണം, പ്രവൃത്തിയും വേണം, ഇല്ലേ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത് എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അതേസമയം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്തോ? പ്രവൃത്തിയാലാണെങ്കിൽ കൃപയാലല്ല, കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാലല്ല. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ ഏത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്? അതേ കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ജാതികനായ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ സുവിശേഷം. കൊർന്നല്യോസിനോട് പറഞ്ഞ സുവിശേഷം എന്തുവാ? യഹോവയെ ഭയപ്പെട്ട്, ലോകമൊക്കെയും യഹോവയെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടും, അതായത് അവർ രക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം. അതാർക്കുള്ള സുവിശേഷമാണ്? മഹോപദ്രവകാലത്ത്, അതായത് സഭയുടെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അന്യജാതികൾക്കുള്ള രക്ഷയുടെ മാർഗമാണ് യഹൂദർക്ക് നന്മകാര്യം ചെയ്തു കൊടുക്കുക. യഹൂദർ ചിതറിപ്പാർക്കുന്ന യഹൂദർക്ക് വേണ്ടി അവർക്ക് വസ്ത്രം കൊടുക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവരെ സംരക്ഷിക്കുക. അവർക്ക് നീതി പ്രവൃത്തി ചെയ്യുന്നവർ അവർ രക്ഷിക്കപ്പെടും. അതാണ് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. വിശ്വാസത്താൽ പൗലോസ് അപ്പോസ്തലൻ പറയും, എങ്ങനെ അബ്രഹാം പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെട്ടോ ആ വിശ്വാസം, ആ പ്രമാണത്താലാണ് ഇന്ന് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ദാവീദിനും ഈ സത്യം വെളിപ്പെട്ടു. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 4:1-8 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു.
ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദും ഇതേ കാര്യം പറയുകയാണ്. എങ്ങനെ പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെടുന്ന ആ ഒരു പദ്ധതി. പക്ഷേ പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് വന്നോ? അബ്രഹാമിനോ ദാവീദിനോ പൗലോസിന് ലഭിച്ച പോലെ ആ മർമ്മത്തിൻ്റെ വെളിപ്പാട് അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. സമ്മറി ആയിട്ട് നമ്മൾ നോക്കിയാൽ, അബ്രഹാം ആൻഡ് ഡേവിഡ് did not receive the full revelation of the mystery. However, God did reveal to them the concept of justification of Gentiles through faith alone, in Christ alone and grace alone. ജാതികളുടെ നീതീകരണം, വിശ്വാസത്താൽ പ്രവൃത്തി കൂടാതെ ഉള്ള നീതീകരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.